1992 ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ജയറാമിൻ്റെയും പാർവതിയുടെയും വിവാഹം നടന്നത്. മലയാള സിനിമയിൽ കുട്ടിഘോഷിച്ച പ്രണയത്തിനൊടുവിലാണ് ജയറാമും പാർവതിയും വിവാഹിതരായത്. രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് കാളിദാസൻ വരികയും പിന്നീട് ചക്കി എന്ന മാളവിക വരികയും ചെയ്തത്. മകളുടെയും മകൻ്റെയും വിവാഹം കഴിഞ്ഞതോടെ ഇരുവർക്കും 2 കൊച്ചുമക്കളെ കൂടി കിട്ടിയിരിക്കുകയാണ്. ജയറാമിൻ്റെ ഭാര്യ ആകുക എന്നത് തൻ്റെ ജീവിതത്തിലെടുത്ത നല്ല തീരുമാനമായിരുന്നുവെന്ന് പാർവതി മുമ്പും പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തോടെ താൻ അഭിനയം നിർത്തിയത് തൻ്റെ മാത്രം തീരുമാനമായിരുന്നുവെന്ന് പാർവതി പിന്നീട് പറയുകയുണ്ടായി. മക്കൾ 2 പേരും വളർന്ന് വലുതാകുന്നത് വരെ ഒരു ഭാര്യയുടെയും അമ്മയുടെയും കടമ പൂർണ്ണമായി നിർവഹിക്കുകയായിരുന്നുവെന്ന് പാർവതി ചെയ്തിരുന്നത്. മക്കൾ വളർന്ന് വലുതായതിനു ശേഷം നൃത്തലോകത്തിലേക്ക് വീണ്ടും തിരികെ എത്തുകയായിരുന്നു പാർവതി. ഇനിയും അഭിനയം തുടർന്നുകൂടെ എന്ന ചോദ്യത്തിന് ഇതുവരെയും പാർവതി വ്യക്തമായ ഒരു മറുപടി തന്നിട്ടുമില്ല. ജയറാം സിനിമയിലേക്ക് വരുമ്പോൾ പാർവതി ഒരു മികച്ച നടിയാണ്. ജയറാമിൻ്റെ അനിയത്തിയായും കാമുകിയായും ഭാര്യയുമായും ഒക്കെ അനേകം സിനിമകളിലാണ് പാർവതി വേഷമിട്ടിട്ടുള്ളത്. പ്രണയകാലത്ത് ഇരുവരുടെയും ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇൻ്റർവ്യൂ സമയത്ത് ജയറാം വെളിപ്പെടുത്തുകയും ചെയ്തു. ജയറാമിൻ്റെ 60ാം ജന്മദിനത്തിൽ ഒരു മാധ്യമത്തോട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. പാർവതിയുമായുള്ള ജീവിതം 3 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ വീണ്ടും പാർവതി വിവാഹം കഴിക്കണമെന്ന കാര്യമാണ് ജയറാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജയറാമിൻ്റെ കുടുംബത്തിൻ്റെ ആചാരപ്രകാരം 60 വയസ്സ് കഴിഞ്ഞാൽ ഭാര്യയെ വീണ്ടും താലി കെട്ടണമെന്ന നിയമമുണ്ടത്രേ. പ്രായം 60, 80 ഒക്കെ ആകുമ്പോൾ വീണ്ടും ഒരു താലികെട്ട് വേണമെന്നാണ് ആചാരം. ജയറാം പറഞ്ഞു, ഇത് പരമ്പരാഗതമായ ആചാരമാണെന്നും പാർവതിയെ കെട്ടാനുള്ള താലി റെഡിയായിട്ടുണ്ടെന്നും ജയറാം സ്വല്പം ഒരു തമാശ രൂപേണ പറഞ്ഞു.